മലാല ഒരു പ്രതീകമാണ്. നമ്മുടെ ലോകത്ത് മതവും മതാത്മകതയും ഇന്ന് എത്രത്തോളം നൃശംസ രൂപം കൈവരിച്ചിരിക്കുന്നു എന്നതിൻ്റെ നിദർശനമാണ് മലാലയുടെ മുഖം. പോരാളികൾ എന്നാണ് അവളെ വിശേഷിപ്പിക്കുന്നത്. മുജാഹിദീൻ, സത്യത്തിനു വേണ്ടി പോരാടുന്നവരാണെന്നാണ് വെച്ചിരിക്കുന്നത്. ഈ പോരാളികളെയും അവരുടെ വിശുദ്ധ യുദ്ധത്തെയും എതിർക്കുന്നവരെ കൊന്നുകളയുക എന്നതാണ് ശിക്ഷ. ഇതാണ് മതം. സമകാലീന ലോകത്ത് മതത്തിൻ്റെ മുഖം, മതാത്മകതയുടെ മുഖം വ്യത്യസ്തമല്ല. പാകിസ്ഥാൻ താലിബാൻ എങ്ങനെ ഒരു ഭീകര സംഘടനയാണോ, അതൊരു മതത്തിൻ്റെ പേരിലാണ്. ഏതാനും 1000 വർഷം മുമ്പേ, കുറച്ച് 12ാം നൂറ്റാണ്ടിലൊക്കെ ശക്തമായി വന്നിട്ടുള്ള ഈ ഒരു ആശയത്തിൻ്റെ, ഒരു മതാശയത്തിൻ്റെ കാവൽഭടന്മാരാണ്. തോക്കെടുത്ത് ആശയത്തെ സംരക്ഷിക്കുന്ന ആൾക്കാരാണ്. അതാണ് മതം എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. മതാത്മകത ഒട്ടും മെച്ചമല്ല. മതാത്മകമായി ചിന്തിക്കുന്ന ഒട്ടനവധി സംഘങ്ങൾ, മതാത്മകമായി ചിന്തിക്കുന്ന ഒട്ടനവധി, മതാത്മക ചിന്ത തന്നെ പ്രതിനിധീകരിക്കുന്ന ഒട്ടനവധി ആശയങ്ങൾ, ഇതൊക്കെ നമ്മുടെ ലോകത്ത് നിറഞ്ഞിരിക്കുകയാണ്. ഇത് പോൾ പോട്ടാണ്, കംപൂച്ചിയൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ലീഡറാണ്, മാവോയിസ്റ്റ് പാർട്ടിയാണ്. അദ്ദേഹം നേരത്തെ നമ്മൾ പറഞ്ഞു, വിശുദ്ധ യുദ്ധം എന്ന് പറഞ്ഞതുപോലെ ഒരു രാജ്യത്തിലെ ജനതയെ ശുദ്ധീകരിക്കുക, പ്യൂരിഫൈ ദ മാസസ് ഓഫ് പീപ്പിൾ ഓഫ് കംബോഡിയ എന്നാണ്. അവരെ അദ്ദേഹം വിശേഷിപ്പിച്ചതാണ് ക്യാമർ ബോഡീസ് എന്ന് പറഞ്ഞാൽ അവരുടെ കംപൂച്ചിയൻ ശരീരവും വിയറ്റ്നാമീസ് മനസ്സുമുള്ളവർ എന്ന് 1.5 ദശലക്ഷം ആൾക്കാരെ അദ്ദേഹം മുദ്രകുത്തി. അതിൽ 1 ലക്ഷം ആൾക്കാരെ കൊന്നുകളഞ്ഞു. അവരുടെ തലയോടുകളാണ് ഈ കിടക്കുന്നത്. തലയോടുകളുടെ ഒരു മഹാസമുദ്രം കംബോഡിയയിൽ നടന്നത്. ഇതാണ് മതാത്മക ചിന്ത. ഇത് തമ്മിൽ കാര്യമായ വ്യത്യാസമില്ല. മതാത്മകത, വിശ്വാസപ്രസ്ഥാനം, ഒരു വിശ്വാസത്തിനു വേണ്ടി കൊല്ലുകയും തോക്കെടുത്ത് വിശ്വാസത്തെ സംരക്ഷിക്കുകയും ചെയ്യുന്ന ഈ രീതി, അത് ദൈവത്തിൻ്റെ പേരിലായാലും ഏതെങ്കിലും ആശയങ്ങളുടെ പേരിലായാലും സമാനമാണ്.